ഹായ്. സൈബർ സെക്യൂരിറ്റി പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള എല്ലാവരും ആദ്യം തന്നെ ചെയ്യുന്നൊരു ടാസ്ക്കാണ് അല്ലെങ്കിൽ വർക്കാണ് ലാബ് കോൺഫിഗറേഷൻസ്. നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറുകളിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് അല്ലെങ്കിൽ ലാബ് നമ്മൾ കോൺഫിഗർ ചെയ്ത് വെക്കാറുണ്ട്. സൈബർ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ലാബ്സ് നമ്മൾ കോൺഫിഗർ ചെയ്ത് വെക്കാറുണ്ട്. നമ്മളതിന് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് കാലി ലിനക്സ് ആണ്. ഏതെങ്കിലും ലിനക്സ് ബേസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം മതി എങ്കിലും നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് കാലി ലിനക്സ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലി ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളതാണ് ആദ്യം നോക്കുന്ന ഒരു കാര്യം. എന്നിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. ഫസ്റ്റ് എന്തായാലും സൈബർ സെക്യൂരിറ്റി വരുന്നവരെ കാലി ലിനക്സ് അല്ലെങ്കിൽ ലിനക്സ് ബേസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാം. നോർമലി നമ്മൾ ഈ പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മുടെ വിൻഡോസിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വിർച്വൽ ബോക്സ് വഴി അല്ലെങ്കിൽ വിർച്വലൈസേഷൻ ഹൈപ്പർവൈസിങ് ടെക്നോളജി ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാറുള്ളത് അല്ലെങ്കിൽ കോൺഫിഗർ ചെയ്യാറുള്ളത്. അപ്പോൾ വിൻഡോസ് മെജോറിറ്റി എല്ലാവരും യൂസ് ചെയ്യുന്നൊരു മെയിൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് വിൻഡോസ്. അപ്പോൾ വിൻഡോസിൽ ഇതെങ്ങനെ കോൺഫിഗർ ചെയ്യാം എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നുണ്ടാകും. അത് വളരെ സിമ്പിളാണ്. ജസ്റ്റ് എന്ത് ചെയ്യുക, വിർച്വൽ ബോക്സ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് kali.org എന്ന് പറയുന്ന സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് എന്ത് കിട്ടും, വിർച്വൽ ബോക്സിൻ്റെ അല്ലെങ്കിൽ കാലിയുടെ VBox ഇമേജ് കിട്ടും, VBA ഫയൽ കിട്ടും. ഓക്കെ, അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വിൻഡോസിൽ സിമ്പിളായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ആ VBox ആ ഫയൽ എന്ത് ചെയ്താൽ മതി, ആ വിർച്വൽ ബോക്സിൻ്റെ VBA ഫയൽ എന്ത് ചെയ്താൽ മതി, ഒന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ട് അതിൽ നീല കളർ ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അത് വിർച്വൽ ബോക്സിൽ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ വിൻഡോസിൽ ഈ ഇൻസ്റ്റാളേഷൻ വളരെ സിമ്പിളാണ്. എന്നാൽ നമ്മൾ മാക്കിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ആപ്പിളിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ പറയുന്ന പോലെ VBox ഇമേജസ് ഉണ്ടാവില്ല. നമ്മൾ kali.org സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ വിർച്വൽ ബോക്സ് ഇമേജസ് ഉണ്ടാവില്ല. അവിടെ ISO ഫയൽസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഒറിജിനൽ കാലി ലിനക്സിൻ്റെ ISO ARM65 അല്ലെങ്കിൽ 84 എന്ന രീതിയിലുള്ള ISO ഫയൽസ് മാത്രമേ എവിടെ ഉണ്ടാവുകയുള്ളൂ, ഈ പറയുന്ന kali.org എന്ന് പറയുന്ന സൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അവിടെ VBox ഇമേജസ് അല്ലെങ്കിൽ VBA ഫയൽസുകൾ അവിടെ ഉണ്ടാവില്ല. കാരണം മാക്ക് അത് സപ്പോർട്ട് ചെയ്യുന്നില്ല. അത് പ്രോപ്പറായിട്ട് അങ്ങനെയുള്ള ഫയലുകൾ ഉണ്ടെങ്കിൽ തന്നെ അത് മാക്കിൽ പ്രോപ്പറായിട്ട് വർക്കാവില്ല. അവിടെ ഒറിജിനൽ ISO ഫയൽ മാത്രമേ വർക്കാവുള്ളൂ ഈ പറയുന്ന മാക്കിൽ. അപ്പോൾ മാക്കിൽ നമുക്ക് എങ്ങനെ ഈ പറയുന്ന പോലെ സൈബർ സെക്യൂരിറ്റിക്ക് വേണ്ടി മാക്കിൻ്റെ ആ OS നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ വിർച്വൽ ബോക്സ് വഴി കാലി ലിനക്സ് റണ്ണ് ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഇന്നിവിടെ നോക്കുന്നത്. ഫസ്റ്റ് വൺ, വിർച്വൽ ബോക്സ്. കാരണം നമുക്ക് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, മെയിൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഇതാക്കുന്ന മാക്കിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ട്. വിൻഡോസ് ആണെന്നുണ്ടെങ്കിൽ വിൻഡോസിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാകും. അത് നിലനിർത്തിക്കൊണ്ട് തന്നെ അതിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളുടെ കാലി ലിനക്സ് എന്ന് പറയുന്ന പുതിയൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു ടെക്നോളജി നമ്മൾ ഹൈപ്പർവൈസിങ് ടെക്നോളജി അല്ലെങ്കിൽ വിർച്വലൈസേഷൻ എന്നൊക്കെ പറയാറുണ്ട്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് വിർച്വൽ ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ വിർച്വൽ ബോക്സിൻ്റെ ഫയൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. virtualbox.org എന്ന് പറയുന്ന ഈ ഒരു സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലൊരു ഡൗൺലോഡിങ് സെക്ഷൻ ഉണ്ടാവും. ഇവിടെ വിൻഡോസ് യൂസ് ചെയ്യുന്നവർ ഇവിടെ വിൻഡോസ് കൊടുക്കും. മാക് OS ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻറ്റൽ ഹോസ്റ്റ് ഉണ്ട്, ആപ്പിൾ സിലിക്കോൺ ഉണ്ട്. 2028 അല്ലെങ്കിൽ M1 ശേഷം വന്നതൊക്കെ എന്താണ്, ആപ്പിൾ സിലിക്കോൺ ബേസ്ഡ് ആണ്. സോ അങ്ങനെയുള്ളവരെന്ത് ചെയ്യുക, ആപ്പിൾ സിലിക്കോൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിവിടെ ഫയൽ ഡൗൺലോഡ് ആവും. അതേപോലെ തന്നെ ഇൻറ്റലാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക, ഇൻറ്റൽ ഹോസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, അതവിടെ ഡൗൺലോഡായിട്ട് വരുന്നുണ്ടാകും. ദെൻ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വിർച്വൽ ബോക്സ് എക്സ്റ്റൻഷൻ പാക്ക് എന്ന് പറഞ്ഞിട്ട് റൈറ്റ് സൈഡിൽ ഇവിടെ കാണുന്നുണ്ടാകും. ഇതും കൂടി ഒന്ന് അക്സെപ്റ്റ് ആൻഡ് ഡൗൺലോഡ് ഇത് കൊടുത്തു വെക്കുക. കാരണം നമുക്ക് USB കണക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അഡാപ്റ്ററുകൾ, ഓക്കെ, അല്ലെങ്കിൽ RDP ഇങ്ങനെയുള്ള സർവീസുകളൊക്കെ വേണ്ട സമയത്ത്, കുറച്ചുകൂടി അഡീഷണൽ ടാസ്കുകൾ വേണ്ട സമയത്ത് ഈ ഒരു എക്സ്റ്റൻഷൻ പാക്ക് കൂടിയും അത്യാവശ്യമാണ്. അപ്പോൾ അതും കൂടി ഒന്ന് എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ദെൻ അടുത്ത് നമുക്ക് വേണ്ട അതാണ് ISO ഫയൽ നമുക്ക് വേണം. kali.org എന്ന സൈറ്റിൽ പോകാം. നമുക്ക് കാലി ലിനക്സിൻ്റെ ISO ഫയൽ ആവശ്യമുണ്ട്. ദെൻ ഡൗൺലോഡ്സിൽ പോവാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വിൻഡോസ് ആണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. വിർച്വൽ മെഷീനിൽ പോയിട്ട് നമുക്ക് നേരെ വിർച്വൽ ബോക്സ് ഈ ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ട് എക്സ്ട്രാക്ട് ചെയ്യുക. ആ ഒരു നീല ഫയൽ ഉണ്ടാവും, ഡബിൾ ക്ലിക്ക് ചെയ്താൽ നേരെ ഓപ്പൺ ആയിട്ട് വരും, ഇഷ്യൂ ഇല്ല. എന്നാൽ നമ്മൾ മാക് OS അല്ലെങ്കിൽ ഈ മാക്കിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ISO ഫയൽസ് തന്നെ ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഇൻസ്റ്റാളർ ഇമേജസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യാം. ദെൻ ഇവിടെ നിങ്ങൾ ഇൻറ്റൽ ആണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക, E86 ഇത് ഡൗൺലോഡ് ചെയ്യാം. അല്ലാത്തൊരു ആപ്പിൾ സിലിക്കോൺ ആണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക, ആപ്പിൾ സിലിക്കോൺ എന്നിവിടെ സെലക്ട് ചെയ്തതിന് ശേഷം
ഈ കാണുന്ന രണ്ടാമത് കാണുന്ന ഈ ഒരു ഫയൽ ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ISO ഫയൽ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഇപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്, കാലി ലിനക്സിൻ്റെ ISO ഫയലും നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചു. ആ ISO ഫയൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള റൺ ചെയ്യാനുള്ള ഒരു വിർച്വൽ ബോക്സ് മെഷീനും നമ്മൾ എന്ത് ചെയ്തു, വിർച്വൽ ബോക്സും നമ്മൾ എന്ത് ചെയ്തു, ഡൗൺലോഡ് ചെയ്ത് വെച്ചു. ഓക്കെ, ഇത് രണ്ടും നിങ്ങൾ ഡൗൺലോഡ് കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്കിനി എന്ത് ചെയ്യണം, അത് ഇൻസ്റ്റാൾ ചെയ്യണം. ഫസ്റ്റ് നമ്മൾ എന്താണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, വിർച്വൽ ബോക്സ് ആണ്. കാരണം നമുക്ക് ആ ഒരു കാലി ലിനക്സ് റൺ ചെയ്യാനുള്ള പ്ലാറ്റ്ഫോമാണ് വിർച്വൽ ബോക്സ്. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു കാലി ലിനക്സ് റൺ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന വിർച്വൽ ബോക്സ് നമ്മൾ ഫസ്റ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, വിർച്വൽ ബോക്സ് ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്തു. ഡബിൾ ക്ലിക്ക് കൊടുത്തു. ഓക്കെ, കണ്ടിന്യൂ കൊടുക്കുക. ലൊക്കേഷന് മാറ്റണ്ട. ഓക്കെ, അതിൻ്റെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി. ജസ്റ്റ് ഒന്ന് അഗ്രി കൊടുക്കുക. ഓക്കെ, ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി. ദെൻ നമുക്ക് വിർച്വൽ ബോക്സ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. വിർച്വൽ ബോക്സ് ഇവിടെ ആപ്ലിക്കേഷൻ ഞാനിവിടെ ഓപ്പൺ ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ എക്സ്റ്റൻഷൻ പാക്കും കൂടി നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കൂടി നമ്മൾ എന്ത് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ദെൻ ഇൻസ്റ്റാൾ എന്ന് കൊടുത്താൽ മതി. എഗ്രി. ഓക്കെ, എക്സ്റ്റൻഷൻ പാക്കും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിലേക്ക് ഇപ്പോൾ ആഡ് ചെയ്തു. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, വിർച്വൽ ബോക്സ് എന്നുള്ള ഫയൽ നമ്മൾ ഡൗൺലോഡ് ചെയ്തു, ഇൻസ്റ്റാൾ ചെയ്തു. അതിൻ്റെ എക്സ്റ്റൻഷൻ പാക്കും നമ്മളിപ്പോൾ എന്ത് ചെയ്തു, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഈ വിർച്വൽ ബോക്സ് ഫയലിലേക്ക് എക്സ്റ്റൻഷൻ ഫയൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് അടുത്ത ടാസ്ക് എന്താണ്, നമുക്ക് ആ ISO ഫയൽ എന്ന് പറഞ്ഞാൽ കാലി ലിനക്സിൻ്റെ ISO ഫയൽ നമുക്കിതിൽ റൺ ചെയ്യണം. അതിന് നമ്മൾ ആദ്യം ഒരു വിർച്വൽ ഫയൽ ക്രിയേറ്റ് ചെയ്യണം. ഒരു VBA ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കണം. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ടൊരു പേര് കൊടുക്കുക, കാലി ലിനക്സ് തന്നെ. ഓക്കെ, ടാർഗറ്റ് ലൊക്കേഷൻ മാറ്റണമെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഫോൾഡറിലേക്ക്, കാരണം ഈ ഒരു നമ്മളുടെ കാലി ലിനക്സ് ഏത് ഫോൾഡറിലാണ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഏതെങ്കിലും ഒരു ഫോൾഡർ, സ്പേസിൽ ഏതെങ്കിലും ഒരു ഫോൾഡർ ലൊക്കേഷൻ കൊടുക്കുന്നു. ദെൻ ISO ഇമേജ് സെലക്ട് ചെയ്യേണ്ട, കാരണം നമ്മൾ ഡൗൺലോഡൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ സെലക്ട് ചെയ്യേണ്ട. ദെൻ OS നമുക്കറിയാലോ, ഇത് എന്ത് OS ആണ്, ലിനക്സ് ആണ്. ലിനക്സ് ഏതാണ്, ഇത് Debian ആണ്. ദെൻ Debian ARM 64 ബിറ്റ്. ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. ഒന്നും വേണ്ട, ജസ്റ്റ് ഒരു പേര് കൊടുക്കുക. പേരെങ്ങനെയും കൊടുക്കുക കേട്ടോ, കാലി ലിനക്സ് തന്നെ കൊടുക്കണമെന്നൊന്നുമില്ല, എന്തെങ്കിലും ഒരു പേര് കൊടുത്താൽ മതി. പേര് കൊടുത്തു. ISO ഫയൽ ഇപ്പോൾ സെലക്ട് ചെയ്യേണ്ട. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലിനക്സ് എന്ന് കൊടുക്കുക. OS ഡിസ്ട്രിബ്യൂഷൻ Debian എന്ന് കൊടുക്കുക. OS വേർഷൻ Debian ARM 64 ബിറ്റ് കൊടുക്കുക. ദെൻ ഇനി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. സ്പേസ് എത്ര കൊടുക്കണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. എത്ര റാം എത്ര കൊടുക്കണം എന്നുള്ളതുണ്ട്. ഇതൊക്കെ നമുക്ക് പിന്നെയും ചേഞ്ച് ചെയ്യാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നു, നമ്മളിവിടെ കൊടുക്കുമ്പോൾ ബേസ് റാം ആണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എപ്പോഴും ഒരു GB കണക്കിൽ നമ്മൾ എന്താ പറയുക, നിങ്ങൾക്കറിയാലോ 1024 MB ആണ് ഒരു GB. ഓക്കെ, അപ്പം 4 GB ആണ് കൊടുക്കുന്നുണ്ടെങ്കിൽ 4 × 1024 ആ ഒരു രീതിയിൽ വേണം കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ എന്താണ് 4096 4 GB. എപ്പോഴും ആ ഒരു കണക്കിൽ കൊടുക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഞാൻ എന്താ ഉദ്ദേശിച്ചത്, 4 GB എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, 4 × 1024. അതേപോലെ എത്ര CPU കൊടുക്കണം, ഇവിടെ 20 CPU ഉണ്ട്. കുറച്ചൊക്കെ നമുക്ക് കൊടുക്കാം, ഒരു 5 CPU 6 CPU ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ദെൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഫിനിഷ് എന്ന് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ കാലി ലിനക്സ് ഒരു ഫയൽ വന്നിട്ടുണ്ടാകും. ഇത് ഓപ്പൺ ആക്കി ഒന്നും ആവില്ല, കാരണം നമ്മൾ ISO ഫയൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, ഇതിൻ്റെ സെറ്റിങ്സിലേക്ക് പോവുക. ഇവിടെ സെറ്റിങ്സ് കാണുന്നുണ്ടല്ലോ, സെറ്റിങ്സിലേക്ക് പോവുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്റ്റോറേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും, അത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ കണ്ടോ empty, ഒരു ഡിസ്ക് empty ആയിട്ട് കാണുന്നുണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യാം. ദെൻ ഇവിടെ ഡിസ്കിൻ്റെ ഒരു ഫയൽ, ഇവിടെ empty, ഈ ഒരു ഡിസ്ക് ഫയൽ ക്ലിക്ക് ചെയ്തു, കാരണം നമ്മൾ ISO ഫയൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. ദെൻ ഈ ഒരു സിമ്പിൾ, ഇവിടെ ഒരു ഡിസ്കിൻ്റെ സിമ്പിൾ കാണുന്നുണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യാം.
ചൂസ് എ ഡിസ്ക് ഫയൽ ക്ലിക്ക് ചെയ്യാം. ദെൻ നമ്മൾ എവിടെയാണോ ഇത് ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചത് ഓക്കെ, ഇതാണ് ഞാൻ ആ ISO ഫയൽ ഡൗൺലോഡ് ചെയ്ത് വെച്ച ISO ഫയൽ ഞാൻ സെലക്ട് ചെയ്തു, ഓപ്പൺ എന്ന് കൊടുത്തു. ഇപ്പോൾ ഞാനെന്ത് ചെയ്തു, ഇപ്പോഴാണ് ഞാൻ എന്ത് ചെയ്തത്, ISO ഫയൽ ആഡ് ചെയ്ത് കൊടുത്തത്. ഓക്കെ, ദെൻ ഞാൻ എന്ത് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു. സെറ്റിങ്സിൽ ഇനിയും നമുക്ക് കുറേ കാര്യങ്ങൾ മാറ്റാനുണ്ട്. ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, നെറ്റ്വർക്കിൽ നാറ്റ് മാറ്റിയിട്ട് ബ്രിഡ്ജഡ് ആക്കി മാറ്റണം, ബ്രിഡ്ജഡ് അഡാപ്റ്റർ അല്ലെങ്കിൽ നാറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. ദെൻ ഡിസ്പ്ലേ സെറ്റിങ്സിൽ മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ മാറ്റാം. ഞാൻ പറഞ്ഞല്ലോ, ബേസ് മെമ്മറി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ടും ചേഞ്ച് ചെയ്യാം. അതേപോലെ തന്നെ CPU-ൻ്റെ എണ്ണം നമുക്ക് ഇവിടെ വെച്ചിട്ടും ചേഞ്ച് ചെയ്യാം. ഓക്കെ, ബാക്കിയൊക്കെ വിൻഡോസുമായിട്ട് കോമൺ തന്നെയാണ്. ഇനി എന്ത് ചെയ്യാം, ജസ്റ്റ് ഓക്കെ കൊടുത്തു. സെറ്റ് ഇതൊക്കെ സേവായി. നമ്മൾ കൊടുത്ത ISO ഫയൽ ഇപ്പോൾ എന്ത് ചെയ്ത് കൊടുത്തു, നമ്മൾ ഈ ഫയലിലേക്ക്, ഈ പറയുന്ന വിർച്വൽ ബോക്സിൻ്റെ ഈ ഫയലിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനൊക്കെ ശേഷം നമ്മൾ എന്ത് ചെയ്യാം, സ്റ്റാർട്ട് കൊടുക്കുക. ദെൻ ഇനി നമ്മൾ എന്താണ് നടക്കുന്നത്, ഒരു ISO ഫയൽ എങ്ങനെയാണ് നോർമലി നമ്മളുടെയൊക്കെ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആവട്ടെ, മാക് ആവട്ടെ, ഇതൊക്കെ നമ്മൾ എന്താണ് ISO ഫയലാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെ ഇവിടെയും നമ്മൾ എന്ത് ചെയ്തു, ISO ഫയലും ഫുള്ള് ISO ഫയൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കാലി ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ISO ഫയൽ വെച്ചിട്ട് നമ്മളൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഓക്കെ, ഇവിടെ ഓപ്പണായി വരുന്നുണ്ട്. ഗ്രാഫിക്കൽ ഇൻസ്റ്റാളേഷൻ, ഇവിടെ ഇൻസ്റ്റാൾ എന്ന് കൊടുക്കാതെ ഗ്രാഫിക്കൽ ഇൻസ്റ്റാൾ എന്ന് കൊടുക്കുക. ലാംഗ്വേജ് ഇംഗ്ലീഷ് സെലക്ട് ചെയ്തു. ദെൻ ലൊക്കേഷൻ നമുക്ക് ഇന്ത്യ സെലക്ട് ചെയ്തു. കീബോർഡ് നമുക്ക് അമേരിക്കൻ ഇംഗ്ലീഷ് ഓർ ബ്രിട്ടീഷ് ഇംഗ്ലീഷ്. ദെൻ ഹോസ്റ്റ് നെയിം, ജസ്റ്റ് കമ്പ്യൂട്ടറിനൊരു നെയിം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് കാലി വിബോക്സ് എന്ന് കൊടുക്കാം, എൻ്റർ അടിക്കാം. ഡൊമൈൻ നെയിം കാലി എന്ന് തന്നെ കൊടുക്കാം. ദെൻ ഈ അക്കൗണ്ട്, ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്ന യൂസറിൻ്റെ ഫുൾ നെയിം, നിങ്ങളുടെ പേര് കൊടുക്കാം. ദെൻ യൂസർ നെയിം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെയിം പേരിന് കൊടുക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊടുക്കാം. പാസ്വേഡ് സെറ്റ് ചെയ്യാം. ഓക്കെ, ഡിസ്ക് എൻ്റർ ഡിസ്ക് കൊടുക്കുക. ഓൾ ഫയൽസ് ഇൻ വൺ പാർട്ടീഷൻ സെലക്ട് ചെയ്യാം. ദെൻ ഫിനിഷ് പാർട്ടീഷൻ കണ്ടിന്യൂ കൊടുക്കുക. ചേഞ്ചസ് ടു യെസ് കൊടുക്കുക. ഓക്കെ, ദെൻ ഈ ടൂൾസുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. ജസ്റ്റ് എന്ത് ചെയ്യുക, കണ്ടിന്യൂ എന്ന് കൊടുക്കുക. ദെൻ ക്ലിക്ക് കണ്ടിന്യൂ. നമ്മൾ ആവശ്യമുള്ള ടൂളുകളൊക്കെ ഇപ്പോൾ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടാവും. ഇനി എന്ത് ചെയ്യുക, കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. ഇതേ രീതിയിൽ തന്നെയാണ് നമ്മൾ വിൻഡോസ് സിസ്റ്റങ്ങളിലും ISO ഫയൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വിർച്വൽ ബോക്സിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ, ഏതെങ്കിലും തരത്തിൽ OS ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ നമ്മളിവിടെ ചെയ്ത ഇതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ISO ഫയൽ ആഡ് ചെയ്ത് നമ്മളെന്ത് ചെയ്യുന്ന സ്റ്റാർട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഇതേ പ്രോസസ്സ് തന്നെയാണ് വിൻഡോസിൽ. വിർച്വൽ ബോക്സ് കാലി നമുക്ക് എന്തുണ്ടാവും,
ഓൾറെഡി റെഡിമെയ്ഡ് സാധനം ഉണ്ടാവും, VBA ഫയൽ ഉണ്ടാവും. പക്ഷേ മാക്കിൽ ഒരിക്കലും VBA ഫയൽ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. അതുകൊണ്ട് നമ്മൾ ISO ഫയൽ യൂസ് ചെയ്ത് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അത് ഇതേ രീതിയിൽ തന്നെയാണ് നമ്മൾ കോൺഫിഗർ ചെയ്യേണ്ടത്. ഇനി നമ്മൾ എന്ത് ചെയ്യാം, സിസ്റ്റത്തിലേക്ക് ലോഗിൻ ചെയ്യാം. ഓക്കെ, ഇത് സെയിം ആണ്. ബാക്കിയൊക്കെ നമുക്ക് എന്താണ്, വിൻഡോസിൽ നമ്മൾ കാലി യൂസ് ചെയ്യുന്ന അതേ പ്രോസസ്സ് തന്നെയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ കാലി ലിനക്സ് മാക്കിലും നമുക്ക് യൂസ് ചെയ്യാം.